എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാളൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. സാധാരണ ആരും ക്യാരറ്റ് ചേർക്കാറില്ല. ഞാൻ ചെറിയ ഒരു ക്യാരറ്റും കൂടി ഇതിൽ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പച്ച നേന്ത്രക്കായ, ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ചേന, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് ഇടാവുന്നതാണ്. സാധാരണ എല്ലാവരും ചേനയും കായും മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ ഈ രീതിക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനിയും വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ലപോലെ വെന്ത് വരണം. ഇനി ഇതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചെരുകിയതാണ്. ഇനി ഒരു 1/2 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരയ്ക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. കുറച്ച് സമയം കൂടി വേവിക്കാം. അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 സ്പൂണ് തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂണ് തൈര് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കഷ്ണങ്ങളിലെല്ലാം നല്ലപോലെ ഒന്ന് പുളി പിടിച്ച് കിട്ടും. നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് തൈരാണ് ഇതിനെടുത്തിട്ടുള്ളത്. അതിൽ 2 സ്പൂണ് ആദ്യം ചേർത്തു. ഇനി ബാക്കിയുള്ള തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. കുറുക്ക് കാളനാണിത്. ഇലയിൽ സദ്യക്കെല്ലാം ഇലയിൽ വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണം. ആ പാകത്തിനായിരിക്കണം. ഒഴുകി പോകുന്ന പാകത്തിലല്ല. ഇത് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ച് നല്ല തരിയൊക്കെ ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. പിന്നെ ആ ചൂടിൽ തന്നെ തൈരൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകാളനാണ്. തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക്, കറിവേപ്പില, കുറച്ച് ഉലുവ, 2-3 വറ്റൽമുളക് എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് അടച്ച് വയ്ക്കാം. സെർവ് ചെയ്യാൻ നേരത്ത് തുറന്നാൽ മതിയാകും. അപ്പോൾ നല്ല മണമായിട്ടിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.